ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു കുക്കിംഗ് വ്ലോഗുമായിട്ടാണ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഏറ്റവും അൺഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നിങ്ങൾ ആരും ഉണ്ടാക്കി നോക്കരുത്. പക്ഷെ നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കി നോക്കരുത്, ഭയങ്കര അൺഹെൽത്തിയാണ്. അപ്പം ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് വേണ്ടത്. നമുക്ക് വേണ്ടത് ബ്രെഡ് വേണം. അപ്പം എൻ്റെ കയ്യിൽ ബ്രെഡ് ഉണ്ട്. ഞാൻ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡ്, പിന്നെ കുറച്ച് കോക്കനട്ട്, ഇനി കുറച്ച് പഞ്ചസാരയും വേണം. എന്നിട്ട് ഈ ബ്രെഡിനെ നമ്മളിങ്ങനെ മുറിച്ചിട്ട് മിക്സിയിലിടണം. മിക്സിയിലിട്ടിട്ട് ബ്രെഡിനെ അടിച്ചെടുക്കണം. ബ്രെഡിനെ അടിച്ചെടുക്കുന്നതിന് കൂടെ തന്നെ കോക്കനട്ട് ഇടണം. എന്നിട്ട് ഇതിനകത്ത് കൊള്ളുന്നില്ല, അത് നമുക്ക് അമർത്തിയൊക്കെ വയ്ക്കാം, കുഴപ്പമില്ല. പിന്നെ തേങ്ങ ഇടാം. വെള്ളം ഒഴിക്കണമെന്നില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് പാലൊഴിക്കാൻ പറ്റും, പശുവിൻ്റെ പാലൊഴിക്കാം. പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാര ഇടണം. ഇത് ഇത്രയും അൺഹെൽത്തിയായിട്ടുള്ള സാധനങ്ങൾ ഇടുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളാരും ഉണ്ടാക്കി നോക്കരുത്, ഒട്ടും ഹെൽത്തി അല്ല. യെസ്, അത് കഴിഞ്ഞിട്ട് നമ്മളിത് മിക്സി അടച്ചു വെച്ച് നമ്മളിങ്ങനെ അടിക്കണം. അയ്യോ, മിക്സി വറക്കുന്നില്ല. മിക്സി കേടാ, പ്ലാൻ ക്യാൻസൽ. സോ മിക്സിക്കല്ല പ്രശ്നം, നേരത്തെ ഉണ്ടായിരുന്ന എക്സ്റ്റൻഷൻ കോഡിനായിരുന്നു. ഞാനിപ്പോൾ അത് മാറ്റി. ഇപ്പോൾ മിക്സി വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കാം. ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ബ്രെഡിനെ നമ്മൾ ക്രംസ് ആക്കി മാറ്റണം. അതിൻ്റെ കൂടുതലും തേങ്ങ ഇട്ടു, പഞ്ചസാര ഇട്ടു. പിന്നെ അറിയാത്തതുകൊണ്ട് ഇച്ചിരി പാല് ഞാൻ പൊടിച്ചു കൊടുക്കുന്നു. ഇനി നമുക്ക് അടച്ചു വെച്ച് മിക്സ് ചെയ്യിപ്പിക്കാം. ഇനി ഇത് ക്രംസ് ആയോ നോക്കാം. ക്രംസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പം ബ്രെഡ് ക്രംസ് റെഡിയായി. ഇനി നമ്മളിതിനെ കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ ഉരുള പോലെ ആക്കി എടുക്കണം. ചെറിയ ചെറിയ ഉരുളാക്കിയാൽ മതി. ഇതിലോട്ട് വെള്ളമില്ലെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി പാലൊഴിക്കാം. കുറച്ച് വലിയ ഉരുളാക്കിയാൽ മതി, അപ്പോൾ പെട്ടെന്ന് തീർന്നു. ഞാൻ വലുതാക്കാൻ പോകും. ഇപ്പം ചട്ടി ചൂടായിട്ടുണ്ട്, എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരെണ്ണം വീതം ഇടാം. ഇടുന്ന സമയത്ത് എണ്ണ കയ്യിലോട് തെറിക്കാണ്ട് നോക്കണം. എനിക്ക് ഈ വകയൊക്കെ പേടിയാ. ഇപ്പം ഇത് 2 സൈഡും ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് എടുക്കാൻ പറ്റും. ഇത് പായി കാണും. തീ ഓഫ് ചെയ്യാം. എൻ്റെ ഇതിൽ വേറെ ചട്ടകമൊന്നുമില്ല, എനിക്കാകെ ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരെണ്ണം ഇതിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി
നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, പക്ഷേ ഒട്ടും ഹെൽത്തി അല്ല. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കരുത്. Yes. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടാ, നല്ല ജ്യൂസ് ഉണ്ടാ, കൊള്ളാം. ഞാൻ 2-3 സ്പൂൺ പഞ്ചസാര ഇട്ടു, പക്ഷെ അത്ര മധുരമൊന്നുമില്ല.